ലോകത്തെ ഏത് ഹൈ എൻഡ് ഫൈറ്റർ ജെറ്റുകളോടും മുട്ടിനിൽക്കാനുള്ള കരുത്തുണ്ട് റഫേലിന്. അഡ്വാൻസ് ഏവിയോണിക്സ്, സുപ്പീരിയർ ഐസ റഡാർ, സ്പെക്ട്രോ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിവയും ലോങ് റേഞ്ച് മിസൈലായ മിറ്റിയോർ കൃത്യമായി പ്രഹരിക്കാനുള്ള കഴിവും റഫേലിനെ മികവുറ്റതാക്കും. ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ കൂടി റഫേൽ ഏറ്റെടുക്കുന്നതോടെ അവൻ മാരകമാകും. അതുകൊണ്ട് 114 റഫേൽ ഇന്ത്യ വാങ്ങുന്നു എന്നത് അയൽക്കാരെ അസ്വസ്ഥപ്പെടുത്തുന്ന കണക്കാണ്. അതുകൊണ്ടാണ് കേവലം ഫൈറ്റർ ജെറ്റ് ഡീലായി ഇന്ത്യയുടെ റഫേൽ ഡീലിനെ ലോകത്തിന് കാണാൻ കഴിയാത്തത്. ഇന്ത്യ വാങ്ങാൻ പോകുന്നത് എയർ ഡൊമിനൻസ് ആണ്, ആകാശത്തെ മേൽക്കോയ്മ. ആക്രമണത്തിനോ എടുത്തുചാട്ടത്തിനോ മുമ്പ് കിട്ടാൻ പോകുന്ന അടി താങ്ങാൻ പറ്റുന്നതാണോ എന്ന് ചിന്തിക്കാൻ നല്ലവരായ നമ്മുടെ അയൽക്കാരനെ ഈ ഇടപാട് പ്രേരിപ്പിക്കും. ഹിമാലയത്തിലെ ദുർഘടമായ മലനിരകളുടെ അടരുകളിൽ ഒളിച്ചിരുന്നാൽ പോലും റഫേലിന്റെ കണ്ണെത്തും. ഇനി കണ്ണെത്താനായില്ലെങ്കിലും കാലപുരിക്കയക്കും. കടലിലും കരയിലും കയ്യെത്തും. ഇതാണ് ഇന്ത്യ മേക്ക് ഓവർ ചെയ്യുന്ന റഫേൽ. നമ്മളെങ്ങനെ പ്രതിരോധിക്കുമെന്ന പഴയ ചിന്താഗതിയിൽ നിന്ന് നമ്മളെങ്ങനെ ആധിപത്യം നേടുമെന്ന പുതിയ ചിന്താഗതിയുടെ വക്താവാണ് റഫേൽ. 100ഓളം റഫേൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നുവെന്ന് വെച്ചാൽ 4.5 ജനറേഷൻ സാങ്കേതികത ഇന്ത്യയിൽ എത്തുന്നു എന്നാണ്. എന്തിനും പോന്ന ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കുന്ന ഗ്ലോബൽ പ്രൊഡക്ഷൻ ഹബ്ബായി ഇന്ത്യ മാറുന്നു എന്നാണ്. ഇന്ത്യൻ സംരംഭകരായ ടാറ്റയും മഹീന്ദ്രയും ഡൈനാമാറ്റിക്സും റഫേൽ നിർമ്മാണ പങ്കാളിയാകുന്നു എന്നാണ്. 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിലേക്ക് ഇന്ത്യയുടെ ദൂരം കുറയുന്നു എന്നാണ്. കാരണം റഫേലിന്റെ കരുത്ത് കേവലം അത് വഹിക്കുന്ന ആയുധത്തിൽ മാത്രമല്ല, ആദ്യം കാണാനും ആദ്യം അടിക്കാനുമുള്ള കഴിവാണ്.